കഴിഞ്ഞ ഒരു മാസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നിഫ്റ്റി 50 അതുപോലെ തന്നെ സെൻസസ് ഒക്കെ ഒരു 3% കയറിയിട്ടുണ്ട്. എന്നാലും കഴിഞ്ഞ ഒരു വർഷത്തെ കറക്ഷൻ കാരണം നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പല കമ്പനികളും അവർ 52 വീക്ക് ഹൈന്ന് 57% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 52 വീക്ക് ഹൈന്ന് ഡിസ്കൗണ്ടിലുള്ള സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു കമ്പനികളുടെ പ്രൈസ് ഇപ്പോൾ ഉള്ള കറണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കറണ്ട് ലെവലിൽ നിന്ന് താഴേക്ക് പോകില്ല എന്നല്ല അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഒരു ഫാക്ടർ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അഡീഷണൽ ഫാക്ടേഴ്സും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ ഇന്നിവിടെ സെലക്ട് ചെയ്തേക്കുന്ന കമ്പനീസ് എല്ലാം 52 വീക്ക് ഹൈന്ന് 57% ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾ മാത്രമല്ല, മറിച്ച് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 20,000 crores ആണ്. ROI റിട്ടേൺ ഓൺ ഇക്വിറ്റി മോർ ദാൻ 15% ആണ്. ലാസ്റ്റ് ഇയർ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ മോർ ദാൻ 10% ആണ്. 5 year സെയിൽസ് ഗ്രോത്ത് CAGR ഗ്രേറ്റർ ദാൻ 10% ആണ്. അതുപോലെ തന്നെ ഡെറ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ 1 ആണ്. അപ്പം ഇന്ന് നമ്മൾ 52 വീക്ക് ഹൈന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് നമ്മൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന പ്രൈസ് ഒക്കെ വരുന്നത് 22 നവംബർ 2022 മാർക്കറ്റ് ക്ലോസിംഗ് പ്രൈസ് ആണ് എടുത്തിരിക്കുന്നത്. സോ ഏതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കമ്പനികൾ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം. സോ ഇറ്റ്സ് മീ റിൻസി ഫ്രം ഗ്രോ മലയാളം. ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ഇൻഫോഎച്ച് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിലെ പ്രീമിയം ഓൺലൈൻ ക്ലാസിഫൈഡ് കമ്പനിയാണ് ഇൻഫോഎച്ച്. അപ്പോൾ ഇവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പല ഫീൽഡിലായിട്ട് കമ്പനിക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റിൽ Naukari.com, ഓൺലൈൻ റിയൽ എസ്റ്റേറ്റിൽ 99acres.com, ഓൺലൈൻ മാട്രിമോണിയിൽ jeevansathi.com, ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻഫോർമേഷൻ സർവീസിൽ Shiksha.com. അപ്പോൾ ഇൻഫോഎച്ച് ഒരു ഇൻവെസ്റ്ററായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിക്ക് പല ഓൺലൈൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ്ലി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ വളർത്തുന്നുണ്ട്. അപ്പോൾ കമ്പനി സൊമാറ്റോ, പോളിസി ബസാർ പോലത്തെ ബ്രാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ അവർക്കൊരു സ്ട്രോങ് ബ്രാൻഡ് റെക്കഗ്നേഷൻ ഉണ്ട്. സോ ഇത് ഉപയോഗിച്ചാണ് അവർ പുതിയ സെഗ്മെൻറ്റിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു ഡൈവേഴ്സിഫൈഡ് റവന്യൂ മോഡലാണ് ഉള്ളത്. അപ്പോൾ കമ്പനിക്ക് എക്സ്റ്റെൻസീവ് ഡീലർ നെറ്റ്വർക്കാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഒരു ബെറ്റർ സർവീസ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ സർവീസ് ഇൻഡസ്ട്രിയിലെ കോമ്പറ്റേറ്റീവ് ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരു എക്സ്റ്റെൻറ്റ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ബിസിനസ് മോഡലൊക്കെ പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ കൂടാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ ഓൺലൈൻ മാട്രിമോണിയൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുതിയ പ്ലേയേഴ്സ് വരുന്നുണ്ട്. സോ ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടിയപ്പോൾ കമ്പനിയുടെ 2 ബ്രാൻഡുകളായ 99acres അതുപോലെ തന്നെ ജീവൻസാഥിയുടെ റവന്യൂ അതുപോലെ തന്നെ മാർജിനും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ അതുപോലെ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 3,853.60 rupees ആണ്. P വരുന്നത് 16.71, ഡെറ്റ് ടു ഇക്വിറ്റി 0.01, 5 year സെയിൽസ് CAGR 12.35, ROI റിട്ടേൺ ഓൺ ഇക്വിറ്റി 21.83, 1 year returns negative 35.73, 5 year CAGR return 22.29, 200 DMA 4,251.17, RSI 40 45.5. ഇനി നമ്മുടെ സെക്കൻഡ് കമ്പനി ഡോക്ടർ ലാൽ പത്ലാബ്സ് ലിമിറ്റഡ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് സർവീസിൽ ഇന്ത്യയിലെ ലീഡിംഗ് കൺസ്യൂമർ ഹെൽത്ത് കെയർ ബ്രാൻഡുകളിൽ ഒന്നാണ് നമ്മുടെ കമ്പനി. അപ്പോൾ ഇവർക്ക് ലോകമെമ്പാടും ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കസ്റ്റമേഴ്സിന് ഡയഗ്നോസ്റ്റിക് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ടെസ്റ്റുകളും സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കമ്പനി അവരുടെ സർവീസ് ഇൻഡിവിജ്വൽ പേഷ്യൻസ്, ഹോസ്പിറ്റൽസ്, പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അതുപോലെ തന്നെ കോർപ്പറേറ്റ്സിനൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ സർവീസുകൾ നമുക്ക് മൊത്തം ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇവരുടെ മെജോറിറ്റി റവന്യൂ വരുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ 52 വീക്ക് ഹൈ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ പ്രൈസ് 38.3% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫൈനാൻഷ്യൽ റിസ്ക് പ്രൊഫൈലാണ്. അപ്പോൾ കമ്പനി ഒരു സഫീഷ്യൻറ്റ് ലെവൽ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അത് അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു ഡെറ്റ് ഫണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇൻട്രസ്റ്റ് കോസ്റ്റും നല്ല രീതിയിൽ കുറയും. അപ്പോൾ ഇതുകൂടാതെ ലാസ്റ്റ് 3 years നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 20% CAGR ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് 10 years നമ്മൾ നോക്കുകയാണെങ്കിൽ 23% CAGR വളർന്നിട്ടുണ്ട്. ഇനി ഇവരുടെ പ്രോബ്ലം വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷനാണ്. അതായത് ഡയഗ്നോസ്റ്റിക് സർവീസ് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വേറെയും പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് നല്ല രീതിയിൽ പ്രൈസിങ് പ്രഷറുണ്ട്.
അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഡയഗ്നോസ്റ്റിക് ഇൻഡസ്ട്രി ഒക്കെ ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഇനിയിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഇനി കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 2433.70 rupees ആണ്. പി വരുന്നത് 81.80, ഡെറ്റ് ടു ഇക്വിറ്റി 0.18, 5 year sales CAGR 18, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 25.08, 1 year returns negative 28.73, 5 year CAGR returns 22.29, 200 DMA 2537.83, RSI 14 46.8. നമ്മുടെ തേർഡ് കമ്പനി എംഫസിസ് ലിമിറ്റഡ്. അപ്പോൾ മിഡ് സൈസ് IT കമ്പനിയാണ് എംഫസിസ്. അപ്പോൾ ഇവർക്ക് ഒരുപാട് സെക്ടേഴ്സ് ലൈക്ക് ബാങ്കിങ്, ക്യാപിറ്റൽ മാർക്കറ്റ്, എമർജിംഗ് ഇൻഡസ്ട്രീസ്, IT, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ഇൻഷുറൻസിലേക്ക് ഇവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് നോർത്ത് അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ, അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 52 വീക്ക് ഹൈ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർ 44.7% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ ഒരു മെയിൻ സ്ട്രെങ്ത് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ ഇവർക്ക് കമ്പനിയിൽ 55.7% സ്റ്റേക്ക് ഓൺ ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ അവർക്ക് ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിലേക്ക് ഒരു ഈസി ആക്സസ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പ് കണ്ടിന്യൂസ്ലി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ക്ലയൻസ് ഒക്കെ കിട്ടാൻ ഈസിയാണ്. ഇനി ബ്ലാക്ക് സ്റ്റോൺ ഗ്രൂപ്പിൻ്റെ എൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരേ ഒരു IT കമ്പനിയാണുള്ളത്, അത് എംഫസിസ് ആണ്. പക്ഷേ കമ്പനി ഇന്ത്യൻ IT അതുപോലെ BPM അതായത് ബിസിനസ് പ്രോസസ് മാനേജ്മെൻറ്റ് സെഗ്മെൻറ്റിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ കമ്പനിയുടെ മാർജിൻ അതുപോലെ തന്നെ പ്രൈസിങ് ഫ്ലെക്സിബിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ IT ഇൻഡസ്ട്രിയിൽ ഇൻഹറൻറ്റ് റിസ്ക് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ വേജ് ഇൻഫ്ലേഷൻ, എംപ്ലോയി കോൺഫ്ലിക്ട്സ്, കറൻസി ഫ്ലക്ച്വേഷൻസ് ഒക്കെ. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 1923.95 rupees ആണ്. പി വരുന്നത് 23.07, ഡെറ്റ് ടു ഇക്വിറ്റി 0.15, 5 year sales CAGR 14.51, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 21.24, 1 year returns negative 41.54, 5 year CAGR returns 21.80, 200 DMA 2353.21, RSI 40 38.9. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി സോന BLW പ്രിസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതൊരു ഓട്ടോമോട്ടീവ് ടെക്നോളജി കമ്പനിയാണ്. അപ്പോൾ ഇവർ ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് അതുപോലെ തന്നെ അവരുടെ കമ്പോണൻസിൻ്റെ ഡിസൈനിങ്, മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സപ്ലൈയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ കമ്പനി പലതരത്തിലുള്ള അസംബ്ലീസ്, ഗിയേഴ്സ്, കൺവെൻഷൻ ആൻഡ് മൈക്രോ ഹൈബ്രിഡ് മോട്ടോഴ്സ്, BST സിസ്റ്റം അതുപോലെ EV ട്രാക്ഷൻ മോട്ടോഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾ കാറ്റഗറിയിലും ഇത് യൂസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഷെയർ പ്രൈസ് 52 വീക്ക് ഹൈയിൽ നിന്ന് 48.3% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് അവരുടെ സ്ട്രോങ് ഓർഡർ ബുക്കാണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് ഓർഡർ ബുക്ക് വരുന്നത് 205 ബില്യൺ rupees ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഫൈനാൻഷ്യൽ 2022 റവന്യൂവിൻ്റെ 9.6 times ആണ്. അപ്പോൾ സ്ട്രോങ് ഓർഡർ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേമിൽ കമ്പനിയുടെ റവന്യൂവിന് ഒരു സ്റ്റെബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഫൈനാൻഷ്യൽ 21 നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ലാർജസ്റ്റ് കസ്റ്റമർ കമ്പനിയുടെ റവന്യൂവിലേക്ക് 30% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ടോപ്പ് 5 കസ്റ്റമേഴ്സ് 58% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ അതുപോലെ തന്നെ ടെക്നിക്കൽ മെട്രിക്സ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 436.05 rupees, P 73, debt to equity 0.12, 5 year sales CAGR 30.96, ROE return on equity 20.61, 1 year returns negative 40.97, 5 year returns nil because ഈ ഒരു കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് 5 years കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി 200 DMA വരുന്നത് 537.85, RSI 14 27.3. സോ ഇതാണ് 52 വീക്ക് ഹൈന്ന് 57%ഓളം ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന 4 ടോപ്പ് കമ്പനികൾ. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അപ്പം നമുക്ക് ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.